ഇതൊരു ചരിത്രപരമായൊരു മുന്നേറ്റമാണ്. മാത്രമല്ല ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിലെങ്ങോളം നിന്നുള്ളവരും ദക്ഷിണേന്ത്യ ഡൽഹിയിൽ നിന്നുമുള്ള നേതാക്കൾ എത്തിച്ചേർന്നു. അത് ഇന്ത്യയിലെ ദലിത് ജനത, ആദിവാസി ജനത, അവർ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ദേശീയ ജനതയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ സർക്കാർ. ആ നിലയിൽ ഈ രാജ്യത്ത് 75 വർഷം പിന്നിടുമ്പോൾ, ഇന്ത്യൻ റിപ്പബ്ലിക് 75 വർഷം പിന്നിടുമ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന വിവിധ മേഖലകളിലെ മണ്ഡലങ്ങളിലെ പുത്തൻ പ്രശ്നങ്ങൾക്ക്, പുത്തൻ വെല്ലുവിളികൾക്ക് ഒപ്പം സംവരണവും വെല്ലുവിളിയെ നേരിടും. അതുകൊണ്ട് വളരെ സ്വാഭാവികമായും ഈ പുത്തൻ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണോ നാം ഉത്തരം കണ്ടെത്തേണ്ടത്, അതിന്റെ ചരിത്രപരമായ ഒരു തുടർച്ച അംബേദ്കർ പ്രസ്ഥാനത്തിൽ നിന്നാണ്. അംബേദ്കർ പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയ പുതിയൊരു ചരിത്രഘട്ടത്തിലേക്ക് മാറുന്ന സമയത്താണ് ദലിത് ജനതയുടെ അവകാശ പ്രഖ്യാപനം എന്ന നിലയിൽ രാഷ്ട്രീയ പ്രാതിനിധ്യ അവകാശത്തിന്റെ പ്രശ്നം ഉന്നയിച്ചത്. അതാണ് സംവരണത്തിന്റെ രൂപത്തിലേക്ക് എത്തുന്നത്. നാം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം അത്തരമൊരു പുതിയൊരു ചരിത്രഘട്ടത്തെ അഭിമുഖീകരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയം ജനാധിപത്യത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടോ, അതോ അത് പഴയ ഫാസിസ്റ്റ് ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലേക്ക് തിരികെ പോകേണ്ടതുണ്ടോ എന്നുള്ള അതിനിർണായകമായ ഈ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ ദലിത് ജനതയുടെ, ആദിവാസി ജനതയുടെ ഭരണഘടനാപരമായ അവകാശത്തെ സംബന്ധിക്കുന്ന പുതിയ വെല്ലുവിളികൾക്ക് പുതിയ ഉത്തരം കണ്ടെത്തുവാൻ ഇന്ത്യയിലെ ദലിത് നേതൃത്വങ്ങൾ ഇന്ന് കോട്ടയത്ത് സംഘടിപ്പിച്ചുകൊണ്ട് അതിന് കൃത്യമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇത് വളരെ നിർണായകമാണ്. എങ്ങനെയാണോ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അംബേദ്കർ പ്രസ്ഥാനം ദലിത് ജനതയുടെ രാഷ്ട്രീയ ഭാവിയെ നിർണയിച്ചത് എന്നതിന് സമാനമായിട്ടാണ് സംവരണം ഈ പുതിയ വെല്ലുവിളിയെ നേരിടുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ ദലിത് നേതൃത്വങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് അതിന് പുതിയ ഉത്തരം കണ്ടെത്തുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയമായ ഒരു പുതിയ മുന്നേറ്റമാണ്. ഇത് നിസ്സാരമായിട്ട് നമുക്ക് ദലിത് ജനതയുടെ സംവരണത്തിന്റെ ബോധിന്റെ പ്രശ്നമോ ദലിത് ജനതയെ വിഘടിപ്പിക്കുന്ന സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നമോ മാത്രമല്ല. ഇത് ദലിത് ജനതയുടെ, ഇന്ത്യയുടെ ജനാധിപത്യപരമായ നിലനിൽപ്പിന്റെ പ്രശ്നത്തെ നിർണയിക്കുന്ന വളരെ നിർണായകമായ രാഷ്ട്രീയ മുന്നേറ്റമാണ്. ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞു. അത് കേരളത്തിന്, കോട്ടയത്തിന് അത് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഈ സംഘാടക സമിതി ഇന്ന് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ അഭിമാനപൂർവ്വമാണ് ഞാൻ അഭിവാദ്യം ചെയ്യുന്നത്. കാരണം രാജ്യം ഇന്ന് എങ്ങോട്ടാണ് നീങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇത് അതുകൊണ്ട് ഇന്ന് ഇവിടെ നാം ഇന്ന് രൂപീകരിച്ചിരിക്കുന്ന ധാരണ, ഈ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് ഒരു ദേശീയ കോൺക്ലേവിലേക്ക് വികസിപ്പിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തെ ദലിത് നേതൃത്വങ്ങൾ അംബേദ്കർ ചിന്തയിലേക്ക് വലിച്ചുകൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലൂടെ അംബേദ്കറുടെ ജനാധിപത്യത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിന്റെ സാമുദായികമായിട്ടുള്ള മുഴുവൻ അതിരുകളെയും മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ നിലനിൽപ്പിന് അംബേദ്കർ ചിന്തയുടെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള പ്രഖ്യാപനം നമുക്കിന്ന് നടത്തുവാൻ കഴിഞ്ഞിരിക്കുന്നു. സൈദ്ധാന്തികമായി അതാണ് ഈ സമ്മേളനത്തിലൂടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഒരാളുടെ പേരിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. തീർച്ചയായും ആദിവാസി ജനത അവരാണ് ഇന്ത്യയുടെ ഭാവി
പുതിയ ഇന്ത്യയുടെ ജനാധിപത്യ ഇന്ത്യയുടെ പുതിയ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന വിജയിക്കുന്ന ശക്തികളാണ് നമ്മൾ. അതുകൊണ്ട് സംഘപരിവാർ ഉദാഹരണം ചെയ്യുന്ന മരിക്കുന്ന ശക്തികൾ അബ്ബാക്കർ പറഞ്ഞു, ജാതി ഹിന്ദു രണ്ട് ലോകത്തിൽ ഇരിക്കുന്നവരാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ഭൂതകാലത്തിലും ഒരിക്കലും ജനിക്കാത്ത ഭാവി കാലത്തിൽ അങ്ങനെയുള്ള ഈ ഹിന്ദുത്വത്തിന്റെ മുഴുവൻ ശക്തികളെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവകരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ശക്തിയായി നാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഈ കൺവെൻഷന്റെ ഈ കോൺക്ലേവിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭ്യർത്ഥന ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സംഘാടകരും അതിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ഇതിന് രൂപഭാവം നൽകി നമ്മുടെ സമുദായത്തിൻ്റെ നേതാക്കന്മാരും അടക്കമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ ലേഖനം. ഞാൻ സംസാരിക്കാനിരുന്നല്ല, ഞാനിതിൻ്റെ ഇന്നലെ ഇന്നുമായി ഇതിൻ്റെ ഇവിടെ നടക്കുന്ന മുഴുവൻ ചർച്ചകളും കേൾക്കാൻ മനസ്സിലാക്കാനും എൻ്റെ ധാരണകളെയും ബോധ്യങ്ങളെയും കുറെ കൂടി വിവരപ്പെടുത്താനുമായിട്ടാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിച്ചത്. ഞാനൊരു 18 വയസ്സ് മുതൽ വിവിധ പരിപാടികളിൽ ശ്രോതാവായി അതേപോലെ തന്നെ കുറെ കാലം കഴിഞ്ഞ സംഘാടകനായും ഒക്കെ പലതരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു സന്ദർഭമാണ്. കാരണം നമ്മുടെ സമുദായത്തിൻ്റെ നേതാക്കന്മാർ, അതിലെ നിയമവിദഗ്ധർ, അതേപോലെ തന്നെ അക്കാഡമിഷ്യന്മാർ, നമ്മുടെ സമുദായത്തിൻ്റെ സാധാരണ പ്രവർത്തകരെല്ലാം വളരെ വലിയൊരു നിലവാരത്തിലേക്ക് വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷകരമായ കാര്യമാണ്. തീരെ നിലവാരമില്ലാത്ത നമ്മുടെ സമുദായത്തിൻ്റെ പരിപാടികളിലും ഞാൻ ശ്രോതാവായും പങ്കാളിയായും ഒക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് കഴിയുമ്പോൾ എത്ര ആധികാരികതയോടെയാണ്, എത്ര വ്യക്തതയോടെയാണ്, അതേപോലെ തന്നെ എത്ര ഡെമോക്രാറ്റിക് ആയിട്ടാണ് നമ്മളുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പേർട്സും ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുകയും ഇന്ത്യൻ പാർലമെന്റിൽ ഓരോ നിയമങ്ങൾ എഴുതിയുണ്ടാക്കുന്ന വിദഗ്ധ സമിതികൾ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന അതേ നിലവാരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനും അത്ര ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനും ശേഷിയുള്ള ഒരു സമുദായമായി നമ്മുടെ സമുദായം മാറിയെന്നുള്ളൊരു സന്തോഷം ആണ് എനിക്ക് പ്രധാനമായും പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ തീരുമാനമായിട്ടുള്ള കാര്യം അതിൻ്റെ ഗൗരവവും അതിൻ്റെ കണ്ടന്റും അതേപോലെ തന്നെ അതിൻ്റെ ആധികാരികതയും അല്പം പോലും ചോർന്നു പോകാതെ നഷ്ടപ്പെടാതെ അത് പ്രവൃത്തി പദ്ധതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ അവശേഷിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളെയും അതേപോലെ സാധ്യമായിടത്തോളം ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെ അംഗങ്ങളെയും ദലിതരായും അല്ലാതെയുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാം അവർക്കെല്ലാം ആധികാരികമായി നൽകത്തക്ക വിധത്തിലൊരു രേഖയായി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു സമഗ്രമായ നിയമനിർമ്മാണത്തിന് കാരണമായി തീർന്നേക്കാവുന്ന വിധം ഗൗരവമാർന്ന ഒരു രേഖ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രത്യാശ നൽകിയ കാര്യം. മറ്റൊന്ന്, ഈ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് ഒരു നാഷണൽ കോൺക്ലേവിലേക്ക് വികസിച്ച് വരുന്നു എന്നുള്ള വാർത്തയാണ്. എന്തായാലും ഇതിന്റെ പിന്നിലും ഇതിന്റെ മുന്നണിയിലും എല്ലാം പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ജയിച്ചു അവസാനിപ്പിക്കുന്നു.